ഹരേ കൃഷ്ണ. സർവം ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. നമുക്ക് ഇന്ന് ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധം അധ്യായം 26 ചർച്ച ചെയ്യാം. അതായത് നമ്മൾ 55-ാമത്തെ ഭാഗത്തിലേക്കാണ് കടക്കുന്നത്. കഴിഞ്ഞ ഭാഗം 54-ാമത്തെ ഭാഗത്തിൽ ശ്രീ കപില വാസുദേവൻ തൻ്റെ അമ്മയായ ദേവഹൂതിക്ക്, അതായത് കർദമ പ്രജാപതിയുടെ ഭാര്യയായ ദേവഹൂതിക്ക് ഭഗവാന്റെ തത്വം, അതായത് ജീവൻ മുക്തി നേടുവാനുള്ള തത്വം ഉപദേശിക്കുകയായിരുന്നു. ആ തത്വ ഉപദേശത്തിന് വേണ്ടി തന്നെയാണ് ആ അമ്മയുടെ മകനായി ഭഗവാൻ ശ്രീനാരായണൻ ജനിച്ചത് തന്നെ. ലോകത്തിന് സാഖ്യശാസ്ത്രം വിവരിച്ചു കൊടുക്കുവാൻ, ലോകം മറന്നുപോയ അല്ലെങ്കിൽ അത് ഉപയോഗശൂന്യമായി കിടക്കുന്ന ആ സാഖ്യശാസ്ത്രത്തെ ലോകത്തിന് പ്രദാനം ചെയ്ത് ലോകത്ത് മുഴുവൻ അത് പ്രചരിപ്പിക്കുവാൻ വേണ്ടിയാണ് ഭഗവാൻ കപില വാസുദേവനായി കർദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും 10ാമത്തെ മകനായി, അതായത് 9 പെൺകുട്ടികൾക്ക് ശേഷമുള്ള മകനായി ജനിച്ചത്. അത് അമ്മയ്ക്ക് കൊടുക്കുന്ന ആ കപില ഉപദേശം, അതായത് ജീവൻ മുക്തി നേടുവാനുള്ള ആ ഉപദേശം ആണ് കഴിഞ്ഞ ഭാഗം നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തത്. ആ ഉപദേശത്തിന്റെ ബാക്കി ഭാഗം തന്നെയാണ് പ്രപഞ്ച സൃഷ്ടിയുടെ തത്വം, അതായത് സാഖ്യ ശാസ്ത്രത്തിന്റെ തത്വനിരൂപണമാണ് നമ്മൾ ഇന്ന് വിവരിക്കുന്നത്. ഇത് വളരെ ഗഹനമായ കാര്യമാണ്, എങ്കിലും പരമാവധി ലളിതമായി എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിലാണ് ഇവിടെ വിവരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് വളരെ ഒരു ആത്മീയ പാതയിലൂടെ, ഭക്തി സേവനത്തിലൂടെ മുന്നോട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ഭാഗവതത്തിന്റെ ഈ ഭാഗം വ്യക്തമായി മനസ്സിലാക്കണം. കാരണം ബ്രഹ്മാണ്ഡം ഉണ്ടായിരിക്കുന്നത്, പഞ്ചഭൂതങ്ങൾ ഉണ്ടായിരിക്കുന്നത്, ഈ പ്രകൃതിയുടെ ഘടന 24 തത്വങ്ങൾ അടങ്ങുന്ന പ്രകൃതി, ആ പ്രകൃതിയിലൂടെ ബ്രഹ്മം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, ബ്രഹ്മാണ്ഡം ഉണ്ടായ കാര്യം, അതായത് ഈ ലോകം, നാം ഈ കാണുന്ന ലോകമെന്ന് പറയുന്ന ഈ ഭൂമി മാത്രമല്ല, അഖിലാണ്ടകോടി ബ്രഹ്മാണ്ഡങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അതിലൊരു ബ്രഹ്മാണ്ഡത്തിലെ 14 ലോകങ്ങളിലെ ഒരു ലോകമായ ഭൂലോകത്തിലെ 7 ദ്വീപിൽ, ഒരു ദ്വീപിലെ, ഒരു രാജ്യത്തിലെ, ഒരു സംസ്ഥാനത്തിലെ, ഒരു ജില്ലയിലെ, ഒരു പ്രത്യേക പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയിലോ ഒക്കെ താമസിക്കുന്നവരാണ് നമ്മൾ. ആ നമ്മളാണ് ഈ പ്രപഞ്ച തത്വത്തെക്കുറിച്ച്, ഈ ബ്രഹ്മാണ്ഡത്തെക്കുറിച്ച് പഠിക്കുവാൻ ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ സ്ഥലത്ത് ജീവിക്കുന്ന ഒരു നിസാരമായ ശ്വാസഗതി മാത്രമുള്ള നമ്മൾ ഈ ബ്രഹ്മാണ്ഡത്തെക്കുറിച്ച് പഠിക്കുവാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ, മനസ്സ് സജ്ജമാക്കുമ്പോൾ, അതിവിശാലമായ മനസ്സോടുകൂടിയും ഹൃദയത്തോടുകൂടിയും ചിന്തകളോടുകൂടിയും വേണം ഇതിനെ സമീപിക്കേണ്ടത്. നമ്മുടെ ചിന്തകൾ ചുരുങ്ങുമ്പോൾ, ബുദ്ധി ചുരുങ്ങുമ്പോൾ, അതിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയാതെ പുറത്തു നിൽക്കുകയാണ് ഈ ബ്രഹ്മാണ്ഡ തത്വങ്ങളെല്ലാം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ബുദ്ധിയെ ഉയർന്ന ലെവലിലേക്ക്, മനസ്സിനെ ഉന്നതമായ ചിന്തകളിലേക്ക്, ചിത്തത്തെ വ്യാപരിപ്പിക്കണം. അതിനെല്ലാവർക്കും കഴിയട്ടെ. കേൾക്കുന്നവരെല്ലാം ഇത് മനസ്സിലാക്കട്ടെ, മനസ്സിലാക്കുവാൻ, അങ്ങനെ ഉൾക്കൊള്ളുവാനെല്ലാം ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് തുടങ്ങാം. വളരെ ഈ പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ശ്രദ്ധയോടെ ഇരിക്കുക. വളരെ തെളിഞ്ഞ മനസ്സോടുകൂടി, ഉയർന്ന ചിന്തകളോടുകൂടി ഇതിനെ സമീപിക്കുക. അപ്പോൾ കപില ഭഗവാൻ ദേവഹൂതിയോടുള്ള ഉപദേശം തുടരുകയാണ്. ഇനി ഞാൻ അമ്മയ്ക്ക് തത്വങ്ങളുടെ ലക്ഷണം, അതായത് ഈ സാഖ്യ തത്വത്തിന്റെ ലക്ഷണം ഞാൻ പറഞ്ഞു തരാമെന്ന് കപില വാസുദേവൻ അമ്മയോട് പറയുകയാണ്. അതിനെ അറിഞ്ഞാൽ, അതായത് സാഖ്യ തത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ജീവന് പ്രകൃതിയുടെ ഗുണങ്ങളിൽ നിന്ന് മുക്തനായി തീരുവാൻ കഴിയും. അതായത് ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലിരിക്കുന്ന ആ പ്രാണൻ, അതിന് പ്രകൃതിയുടെ ഗുണങ്ങളിൽ നിന്ന്, പ്രകൃതിയുടെ ഗുണങ്ങളാണ് ത്രിഗുണങ്ങൾ. ആ ത്രിഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് നാം ഓരോരുത്തരും ഓരോ തരത്തിൽ ബിഹേവ് ചെയ്യുന്നത്. ആ ഗുണങ്ങളിൽ നിന്ന് മുക്തരായി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ശാന്തതയാണ്, നിതാന്തമായ ആത്മാവിന്റെ ശാന്തത. അതിലേക്ക് ഉയരുവാൻ കഴിയും. ആ ശാന്തതയിലേക്ക് ഉയരുവാനാണ് ഞാൻ അമ്മയെ
ഉപദേശം ചെയ്ത് ഉയർത്തുവാൻ പോകുന്നത്. പ്രകൃതി പുരുഷ തത്വങ്ങളുടെ ലക്ഷണം അറിയുന്നത് കൊണ്ട്, അതായത് പ്രകൃതിയുടെ ലക്ഷണം എന്താണ്, പ്രകൃതിക്കുള്ളിൽ ആത്മാവായി തുടിക്കുന്ന ആ പുരുഷന്റെ തത്വം എന്താണ്, ഇത് രണ്ടും അറിയുന്നതോടുകൂടി ശരീരം, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ എന്നിവയിൽ ഞാൻ എന്ന തോന്നലാകുന്ന അജ്ഞാനം നശിക്കും. അതായത് ശരീരം, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ ഇവയിൽ ഞാനാണെന്ന്, അതായത് ശരീരമാണ് ഞാനെന്ന് തോന്നുന്ന ആ തോന്നലാകുന്ന അജ്ഞാനം നശിക്കും. ഈ ശരീരവും മനസ്സും ബുദ്ധിയും എന്നൊക്കെ പറയുന്നത് എല്ലാം ഭൗതികമാണ്. മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ആഹാരത്തിലൂടെ നേടിയെടുക്കുന്ന സൂക്ഷ്മഭാവങ്ങളാണ് മനസ്സായി മാറുന്നത്. ഈ മനസ്സിന് സ്വതന്ത്രമായ ഒരു നിലനിൽപ്പില്ല. അത് മനസ്സ് ആവശ്യമായ ഊർജം സംഭരിക്കുന്നത് എവിടെ നിന്നാണെന്നറിയാമോ? നമ്മുടെ ശരീരത്തിൽ നിന്നാണ്. മനസ്സ് ഭൗതികമാണ്, ശരീര സംബന്ധമായതിനാൽ മനസ്സിന് ആ ശരീരത്തിൽ നിന്നേ പുഷ്ടി നേടുവാൻ കഴിയുകയുള്ളൂ. ശരീരം തളർന്നിരിക്കുന്ന ഒരുവന്റെ മനസ്സ് നന്നായി പ്രവർത്തിക്കുകയില്ല. ശരിയല്ലേ അത്? ശരീരത്തിനും മനസ്സിനും ആവശ്യമായ ഊർജം നേടണമെങ്കിൽ അത് ആഹാരത്തിലൂടെയാണ്. ആഹാരത്തിലൂടെ ശരീരം ഊർജം നേടുമ്പോഴാണ് മനസ്സ് നല്ല സന്തോഷമായി പ്രവർത്തന നിരതമായി ഇരിക്കുന്നത്. അപ്പോൾ മനസ്സിന് സ്വതന്ത്രമായ ഒരു സത്തയില്ല. ആഹാരത്തിന്റെ സൂക്ഷ്മ അംശം പരിണമിച്ചാണ് മനസ്സുണ്ടായിരിക്കുന്നത്. അപ്പോൾ ആഹാര സംബന്ധമായ ക്ഷീണവും പുഷ്ടിയും ഒക്കെ വരുമ്പോൾ ആ ശരീരത്തിന്റെ ക്ഷീണം കൊണ്ട് തന്നെ മനസ്സ് തളർന്ന് ക്ഷീണിച്ച് നമുക്ക് ഒരു കർമ്മവും ചെയ്യാൻ കഴിയാതെ ബുദ്ധി ശരിയായി പ്രവർത്തിക്കാതെ ഇരിക്കും. ബുദ്ധി ശരിയായി പ്രവർത്തിക്കാതെ ഇരിക്കുമ്പോൾ നമ്മുടെ അറിവ് വളരെ സൂക്ഷ്മമായ അവസ്ഥയിലേക്ക് പോകും. കാരണം ബുദ്ധിയൊക്കെ നശിച്ചവനെ പോലെയാണ്. നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ശരീരത്തിന് ശക്തിയില്ലാതെ വരുമ്പോൾ, ആഹാരം കഴിക്കാതെ ശരീരം ക്ഷയിക്കുമ്പോൾ മനസ്സ് പ്രവർത്തിക്കുകയില്ല. മനസ്സ് തകർന്നിരിക്കുന്ന വ്യക്തിക്ക് ബുദ്ധി പ്രവർത്തിക്കുമോ? പ്രവർത്തിക്കില്ല. അങ്ങനെ യഥാർത്ഥത്തിൽ പക്ഷേ ബുദ്ധിയും നമ്മളിരിക്കുന്ന കർമ്മകുശലതയും എല്ലാം സൂക്ഷ്മഭാവത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ, ചിത്തത്തിലേക്ക് തന്നെ ലയിക്കുകയാണ്. അതിനുശേഷം വീണ്ടും ആഹാരം കഴിച്ച് ശരീരം പുഷ്ടിപ്പെടുമ്പോൾ മനസ്സ് വീണ്ടും ഉണരും. ആ മനസ്സിലേക്ക് നമ്മുടെ ആ ബുദ്ധിയും പുറമേ നിന്ന് ഇന്ദ്രിയങ്ങളിലൂടെ നേടുന്ന അറിവുകളും എല്ലാം വീണ്ടും പ്രകടമായ ഭാവത്തിൽ തന്നെ വരികയും ചെയ്യും. അപ്പോൾ ആ മനസ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ശരീരം, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ ഇവയെല്ലാം ഞാൻ എന്ന തോന്നൽ ഉണ്ടാവുകയാണ്. ഈ ഭൗതികമായിട്ടുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം. ശരീരവും ബുദ്ധിയും മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം ഭൗതികമാണ്. ഈ ഭൂമിയിൽ ജീവിതത്തിന് വേണ്ടി മാത്രം സജ്ജമാക്കിയ കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ന തോന്നൽ, ഞാൻ ഇവിടെ ജീവിക്കുന്നു എന്ന തോന്നല് വരുന്നത്. പക്ഷെ ഈ ഞാൻ എന്ന ഈ തോന്നലിനെ തോന്നിപ്പിക്കുന്ന വേറൊരാളുണ്ട്. മനസ്സും ബുദ്ധിയും ശരീരവും ഇന്ദ്രിയങ്ങളും എല്ലാം നമുക്കുണ്ട്. നമ്മൾ മരിക്കുമ്പോഴും ഇതെല്ലാം ഉണ്ട്. പക്ഷെങ്കിലോ അതിനെ പ്രവർത്തിപ്പിക്കുന്ന ആള് മാത്രമില്ല. ആ ആളാണ് പുരുഷൻ. ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം പ്രകൃതിയാണ്. ആ പ്രകൃതിയെ പ്രവർത്തിപ്പിക്കുവാൻ ആര് വേണം? പുരുഷൻ എന്ന തത്വം വേണം. ആ പുരുഷനാണ് നമ്മുടെ ചിത്തത്തിലിരിക്കുന്ന, ഹൃദയത്തിലിരിക്കുന്ന ഹൃദയജ്ഞനായ ശ്രീ വാസുദേവൻ. ആ ഭഗവാനെ കുറിച്ചാണ് ആ ഭഗവാൻ നമ്മളിൽ ഉണ്ടെങ്കിൽ, ശ്രീകൃഷ്ണ പരമാത്മാവാകുന്ന വാസുദേവനാണ് നമ്മുടെ ചിത്തത്തിന്റെ ദേവത. ആ ദേവൻ നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ, ഹൃദയ ഗുഹയിലുണ്ടെങ്കിൽ മാത്രമേ പരമ്പൊരുളായ ആത്മചൈതന്യത്തിന്റെ സഹായത്താൽ ഇവിടെ ജീവിക്കുന്നു എന്ന ആ ഒരു സചേതനമായ സത്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. മോക്ഷപ്രാപ്തിയെ സാധിക്കാൻ ഉതകുന്ന ആത്മദർശനമാകുന്ന അജ്ഞാനം, അങ്ങനെ ആ മോക്ഷപ്രാപ്തിയെ സാധിക്കാൻ ഉതകുന്ന ജ്ഞാനം ഉണ്ടാവുകയും അജ്ഞാനം നശിക്കുകയും ചെയ്യും. ഞാൻ എന്ന ബോധം ശരീരമല്ല എന്ന തിരിച്ചറിവോടുകൂടി ആത്മാവിന്റെയും ഗുണങ്ങളുടെയും ലക്ഷണമാണ് ഇനിയും വിവരിക്കുവാൻ ആരംഭിക്കുന്നത്. ആത്മാവിന്റെ ഗുണം എന്താണ്?
ത്രിഗുണങ്ങളുടെ ലക്ഷണം എന്താണ്? ഇവയൊക്കെയാണ് ആത്മാവിന്റെയും ത്രിഗുണങ്ങളുടെയും ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അപ്പോൾ പറഞ്ഞത് ഇത്രയും വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ശരീരം, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ ഇവ കൊണ്ടാണ് ഞാൻ എന്ന തോന്നലുണ്ടാകുന്നത്. ആ ഞാനെന്ന തോന്നലുണ്ടാകണമെങ്കിൽ അതിൽ ആര് പ്രവർത്തിക്കണം? ആത്മചൈതന്യം പ്രവർത്തിക്കണം. ആത്മചൈതന്യം ഒരു വ്യക്തിക്ക് ബോധം എന്ന് പറയുന്ന ഞാൻ ചൈതന്യം എപ്പോൾ നഷ്ടപ്പെടുന്നോ അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളും എല്ലാം ഉണ്ട്, ശരീരമുണ്ട്, മനസ്സും ബുദ്ധിയെല്ലാം ഉണ്ട്. പക്ഷെ അതെല്ലാം കറണ്ട് പോയതുപോലെ പ്രവർത്തനരഹിതമായി മാറും. ഒരു നന്നായി വർക്ക് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് സാധനത്തിൽ നിന്ന് കറണ്ട് പോയി കഴിഞ്ഞാൽ, അല്ലെ കറണ്ട് ഉപയോഗിക്കാൻ അതിന് കഴിയാതെ വന്നാൽ അത് വെറും കാഴ്ച വസ്തുവായി അവിടെ ഇരിക്കാനല്ലേ കഴിയൂ. പിന്നീട് നമ്മളതെടുത്ത് എവിടെയെങ്കിലും വേണ്ടാത്ത സാധനങ്ങൾ കളയുന്നിടത്ത് ഇട്ടേക്കും, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരവും വേണ്ടാത്ത സാധനമായി മൺമറഞ്ഞു പോകുന്നത് എപ്പോഴാണ്? മനസ്സുണ്ട്, ശരീരമുണ്ട്, ബുദ്ധിയുണ്ട്, ഇന്ദ്രിയങ്ങളുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ അതിൽ ആരില്ല? അതിൽ ആത്മചൈതന്യമാകുന്ന ബോധസ്വരൂപനാകുന്ന ഭഗവാനില്ല. അപ്പോൾ നമ്മളും വെറും ജഡമായി കൊള്ളരുതാത്ത വസ്തുവായി വലിച്ചെറിയപ്പെടും. ഈ തത്വം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇനിയും ബാക്കിയുള്ളത് കേൾക്കാൻ. ആത്മാവ് ആദിയില്ലാത്തവനാണ്. അതായത് അതിനൊരു തുടക്കമില്ല. തുടക്കം ഉണ്ടെങ്കിലല്ലേ ഒടുക്കം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് പരമ്പൊരുളായ ആത്മാവിന് തുടക്കവുമില്ല, ഒടുക്കവുമില്ല. ഇത് എന്നേക്കും ഇവിടെ ഉള്ളതാണെന്ന് ഭഗവാൻ അടിവരയിട്ട് പറയുന്നത്. എല്ലാ ശരീരങ്ങളിലും അന്തര്യാമിയായി വിളങ്ങുന്നവനാണ് ആ ആത്മ ചൈതന്യം. എല്ലാ ശരീരങ്ങളും, അതായത് ശരീരമുള്ള ജീവനുള്ള എല്ലാറ്റിലും അന്തര്യാമിയായി പ്രവർത്തിക്കുന്ന ആത്മചൈതന്യം, ഇലക്ട്രിക് സാധനങ്ങളിൽ പ്രവർത്തിക്കുന്ന കരണ്ട് പോലെ പ്രവർത്തിക്കുന്ന ആ ചൈതന്യമാണ്. ആ ചൈതന്യത്തിന് തുടക്കം എന്തിയേ? ഒടുക്കം എന്തിയേ? ഒന്നുമില്ല. തുടക്കവും ഒടുക്കവും ഉള്ളത് ഏതാണ്? അതിലൂടെ പ്രവർത്തിക്കുന്ന ഈ ശരീരങ്ങൾക്കാണ് തുടക്കവും ഒടുക്കവും. ഇന്ന ദിവസം ജനിച്ചു, ഇന്ന ദിവസം മരിച്ചു എന്നൊക്കെ എഴുതി വെക്കുന്നത്. പക്ഷെ അതിൽ പ്രവർത്തിക്കുന്ന ബോധ ചൈതന്യത്തിന്റെ തുടക്കം അറിയാമോ നമുക്ക്? അതിന്റെ ഒടുക്കം അറിയാമോ നമുക്ക്? ശരീരം നഷ്ടപ്പെട്ടെന്ന് കരുതി ബോധം നഷ്ടപ്പെടുമോ? ആത്മചൈതന്യം നഷ്ടപ്പെടുമോ? അതുകൊണ്ടാണ് മരിച്ചു പോയി. മരിച്ചത് ശരീരം, പോയതാരാ? ആത്മാവ്, ആത്മചൈതന്യം, പരബ്രഹ്മം. അതാണ്. അതിന് തുടക്കവും ഒടുക്കവും ഒന്നുമില്ല. ഓരോരുത്തരുടെ ഉള്ളിലും അതിങ്ങനെ പ്രവർത്തിച്ച് തിങ്ങി നിറഞ്ഞ് ഈ പ്രപഞ്ചം, ഈ പ്രകൃതി മുഴുവൻ തിങ്ങി നിൽക്കുന്നതാണ് അത്. അങ്ങനെ ഓരോരുത്തരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ആത്മചൈതന്യം, അത് സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങൾ ഇല്ലാത്തതാണ്. അപ്പോൾ ഈ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഒക്കെ ഈ ശരീരത്തിനാണുള്ളത്. ചിത്തത്തിനും മനസ്സിനും ബുദ്ധിക്കുമൊക്കെയാണുള്ളത്. ഇതൊന്നുമില്ലാത്തവനാണ് ഇതിലിരുന്ന് പ്രകാശിപ്പിക്കുന്ന അല്ലെങ്കിൽ ദീപമായി ജ്വലിക്കുന്ന ആത്മചൈതന്യം. അതിന് ഈ ഗുണങ്ങൾ 3 ഇല്ല. സത്വാദി ഗുണങ്ങളൊന്നുമില്ലാത്തവനാണ് പുരുഷനായ ആത്മചൈതന്യം. അതിൽ പ്രകൃതിയിലേക്ക് വരുമ്പോഴാണ് അത് ഈ പ്രകൃതിയാകുന്ന ശരീരത്തെ പ്രകാശിപ്പിക്കുവാൻ, ജ്വലിപ്പിക്കുവാൻ, പ്രവർത്തിപ്പിക്കുവാൻ തുടങ്ങുമ്പോഴാണ് ഈ സത്വാദി ഗുണങ്ങളൊക്കെ ആ ശരീരത്തിലുള്ളത്. പക്ഷെ ഭഗവാൻ ആ ഗുണങ്ങൾക്ക് അതീതനാണ്. ഞാൻ മുൻപൊരു ഭാഗത്തിൽ പറഞ്ഞു, ഒരു സ്റ്റേജിൽ നിലവിളക്ക് കൊളുത്തി വെച്ചിരുന്നാൽ ആ സ്റ്റേജിൽ ധാരാളം കഥാപാത്രങ്ങൾക്ക് വെളിച്ചം കൊടുക്കുന്നതാണ് നിലവിളക്ക്. പക്ഷെ നിലവിളക്കാണോ കഥാപാത്രങ്ങൾ? അതിൽ നിന്ന് വരുന്ന ദീപമാണോ കഥാപാത്രങ്ങൾ? അല്ല. അവയെല്ലാം ജ്വലിപ്പിക്കുകയാണ് ഈ സ്റ്റേജിലിരിക്കുന്ന നിലവിളക്കിന്റെ കർമ്മം. എന്ന് പറഞ്ഞതുപോലെ ഓരോ ശരീരത്തിലും പ്രവർത്തിക്കുന്ന സത്വാദി ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്ന, ആ ഗുണങ്ങൾ ചെയ്യുവാൻ, കർമ്മം ചെയ്യുവാൻ അതിനെ പ്രേരിപ്പിച്ച് ശക്തി കൊടുക്കുന്ന, ചൂട് കൊടുക്കുന്ന, പ്രകാശം കൊടുക്കുന്ന ചൈതന്യമാണ് ഭഗവാനാകുന്ന ബ്രഹ്മചൈതന്യമാകുന്ന ബോധം. അത് നഷ്ടപ്പെടുമ്പോഴാണ് ആ ശരീരത്തിലെ വെളിച്ചം നഷ്ടപ്പെട്ടിട്ട് ഈ ഗുണങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും ചെയ്യാൻ കഴിയാതെ നിർഗുണമായി, ജഡമായി ശരീരം മാറുന്നത്. മനസ്സിലാക്കുക. വളരെ ലളിതമായിട്ടാണ് ഞാൻ ഈ തത്വം ഉപദേശിച്ചു തരുന്നത്. വളരെ ഗഹനമാണ്, വളരെ ലളിതമായിട്ട് പറയുകയാണ്, മനസ്സിലാക്കുക. അങ്ങനെ പ്രകൃതിക്ക് അതീതനാണ് ആര്? ഈ ഭഗവാനാകുന്ന ബോധചൈതന്യം. സത്വരജസ് തമസ് എന്നീ 3 ഗുണങ്ങളില്ലാത്തവനാണ്. പ്രകൃതിയാകുന്ന ഈ ശരീരത്തിന്, ഈ
പ്രകൃതിയാകുന്ന 24 ഘടകങ്ങൾ ചേരുന്ന ശരീരമാണ്. ഇതിന് അതീതനാണ് ഭഗവാൻ. സ്വയം പ്രകാശസ്വരൂപിയാണ്. പക്ഷെ അതുകൊണ്ടാണ് ശരീരത്തെ അത് പ്രകാശപൂർണമാക്കുന്നത്. ഏതൊരു വസ്തുവിൽ, ഏതൊരു ജീവിയിൽ, ഏതോ ഒരു ജഡത്തിലേക്ക് ആത്മസ്വരൂപം, ആത്മചൈതന്യം പ്രവേശിക്കുന്നോ അപ്പോൾ ആ ശരീരം പ്രവർത്തിക്കുവാൻ തുടങ്ങും. ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്ന വ്യക്തിയിൽ ബോധം വീണ്ടും പ്രവേശിക്കുമ്പോൾ ആ വ്യക്തി തനിയെ ഉണർന്ന് പ്രവർത്തിച്ച് ഞാൻ എവിടെയായിരുന്നു, എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കും. ബോധം നഷ്ടപ്പെട്ടാലോ അതൊരു ജഡമാണ്. അപ്പോഴും ശരീരത്തിൽ ഇന്ദ്രിയങ്ങളുണ്ട്, തലച്ചോറുണ്ട്, ബുദ്ധിയുണ്ട്, പ്രവർത്തനം എല്ലാം ഉണ്ട്. പക്ഷേ അതിനെ പ്രവർത്തിപ്പിക്കുന്ന വെളിച്ചം നഷ്ടപ്പെട്ടു പോയി. പ്രപഞ്ചം നിൽക്കുന്നത് ആത്മാവിലാണ്. ഈ പ്രപഞ്ചം നിൽക്കുന്നത് ആത്മചൈതന്യത്തിലാണ്. പ്രപഞ്ചമുണ്ട്, പക്ഷെ അതിനെ പ്രകാശിപ്പിക്കണമെങ്കിൽ ആത്മാവ് വേണം. അതായത് പ്രപഞ്ചത്തെ അറിയുന്ന ആ അറിവാണ് ആത്മാവ്. ഇവിടെ പ്രപഞ്ചമുണ്ടെന്നും പ്രപഞ്ചത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ ജീവിക്കുന്നു എന്നും നമ്മെ അറിയിക്കുന്ന, നമുക്ക് ആ തോന്നൽ തരുന്ന ഒരാളില്ലേ? നമ്മൾക്ക് ഇങ്ങനെ ഞാനിവിടെ ജീവിക്കുന്നു, ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഞാൻ കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു, അറിയുന്നു, എല്ലാ കാര്യങ്ങളിലും ഞാൻ പങ്കെടുക്കുന്നു. ഇതൊക്കെ അറിയുവാനൊരാളില്ലേ ഉള്ളിൽ? നാം ഇത് നമ്മുടെ ശരീരത്തിലൂടെ അറിയുന്നു. ശരീരത്തെ ഇതൊക്കെ അറിയിപ്പിക്കുന്ന ആളാണ് ആത്മചൈതന്യമായ ഭഗവാൻ, ആത്മാവ്. ആത്മാവിൽ യാദൃച്ഛികമായി വികസിച്ചതും സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളോട് കൂടിയതുമായ ഒരു ശക്തി വിശേഷം മാത്രമാണ് പ്രകൃതി. അപ്പോൾ ആത്മാവിൽ യാദൃച്ഛികമായി വികസിച്ച് വന്നതും സത്വരജസ് തമോ ഗുണങ്ങളോട് കൂടിയതുമായ ഒരു ശക്തി വിശേഷമാണ് പ്രകൃതി. ആത്മാവ് സൃഷ്ടിയാദി ലീലകൾക്ക് വേണ്ടി പ്രകൃതിയെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ പ്രകൃതി ആത്മാവിനെ സ്വീകരിക്കുകയല്ല. പ്രകൃതി പുരുഷൻ, ആ പുരുഷനാകുന്ന ആത്മാവ് സൃഷ്ടി ജാലങ്ങളാകുന്ന ലീലകളിലേക്ക് ഏർപ്പെടണമെന്ന് ഭഗവാന് തോന്നുകയാണ്. കുറച്ച് സൃഷ്ടികളെയൊക്കെ നടത്തി ആ സൃഷ്ടികളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ലീലകളിൽ ഏർപ്പെട്ട് അവരുടെ ഭൂമിയിലെ ജീവിതം ഒന്ന് കണ്ട് രസിക്കാം എന്ന് ഭഗവാന് തോന്നുവാണ്. ഒരു ലീല ആടണമെന്ന് ഭഗവാന് തോന്നുകയാണ്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും? സൃഷ്ടി ലീലകൾക്ക് വേണ്ടി പ്രകൃതിയെ സ്വീകരിക്കും. അങ്ങനെ പ്രകൃതിയെ സ്വീകരിക്കുമ്പോൾ പ്രകൃതി ആത്മസാന്നിധ്യത്തിൽ സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളെ കൊണ്ട്, ആത്മസാന്നിധ്യം സ്വയം സാന്നിധ്യം, പ്രകൃതിയുടെ സ്വയം സാന്നിധ്യത്തിൽ. അപ്പോൾ പ്രകൃതിയെ സൃഷ്ടിച്ചതാരാണ്? ഭഗവാനാണ്. എപ്പോഴാണ് സൃഷ്ടിച്ചത്? സൃഷ്ടിലീലകളിൽ ഒരു വിനോദം നടത്തണമെന്ന് തോന്നുമ്പോൾ, സൃഷ്ടി ലീലകളിലൂടെ ഭഗവാൻ ഒന്ന് വിനോദിക്കണമെന്ന് തോന്നുമ്പോൾ ഭഗവാനാണ് പ്രകൃതിയെ സൃഷ്ടിക്കുന്നത്. എന്നിട്ട് ആ പ്രകൃതിയാകട്ടെ സത്വ രജസ്തമോ ഗുണങ്ങളെ കൊണ്ട് അനേക വിധത്തിലുള്ള ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നു. എല്ലാം ഒരുപോലെയാണെങ്കിൽ ഒരു രസമില്ല. ഭഗവാന് പ്രകൃതിയെ കൊണ്ട് സൃഷ്ടിവേലകളൊക്കെ ചെയ്യിച്ചിട്ട് അതിൽ ലീലകളൊന്നും ആടാൻ തോന്നത്തില്ല. എല്ലാവരും ഭഗവാനെ ആരാധിക്കുന്ന സത്വഗുണങ്ങളായിട്ടുള്ള എല്ലാ ഗുണങ്ങൾ തികഞ്ഞ ഒരു ജീവവർഗങ്ങളാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ എന്തെങ്കിലും തിന്മകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ആസുരികമായിട്ടുള്ള നടപടികളോ കർമ്മങ്ങളോ നടക്കുമോ? എല്ലാവരും ഒരേ ജോലി ചെയ്യുന്നു. എല്ലാവരും ഈശ്വര സാന്നിധ്യത്തിൽ സങ്കല്പത്തിൽ നടന്ന് പൂജയും അല്ലെങ്കിൽ ഭഗവത് സേവയും ഭക്തിയുത കർമ്മങ്ങളുമായി നടക്കുന്നു. വലിയ രസമുണ്ടോ അത് കാണാൻ? ഒരു രസമില്ല. അപ്പോഴെന്ത് ചെയ്യുന്നു? ഈ പ്രകൃതിയെ കൊണ്ട് 3 ഗുണങ്ങളെ ഭഗവാൻ സൃഷ്ടിക്കുന്നു. ഈ 3 ഗുണങ്ങളിലും ആൾക്കാർ വേണം. അപ്പോഴല്ലേ കളിക്കൊരു രസമുള്ളൂ. നമ്മൾ സിനിമ കാണുന്നു. സിനിമയിൽ ഒരു വില്ലനില്ല, നായകൻ മാത്രം എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു. നായികയായിട്ട് നടക്കുന്നു, അല്ലെങ്കിൽ ഒന്നുമില്ല, എതിർക്കാനൊന്നുമില്ല, വെറുതെ ഒരു സ്റ്റോറി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു വില്ലനോ അതിൽ ആക്ഷൻ രംഗങ്ങളോ ഒന്നുമില്ലാതെ ഒരു ആള് വളരെ ശാന്തമായിട്ട് ഒരു കുടുംബജീവിതമോ അല്ലെ വേറെ ഏതെങ്കിലും ഒരു കാര്യമോ ചെയ്തുകൊണ്ടിരിക്കുന്നു തുടക്കം മുതൽ ഒടുക്കം വരെ. നമുക്ക് കാണാൻ വല്ല ഇൻട്രസ്റ്റും ഉണ്ടോ? ഒരു ഇൻട്രസ്റ്റും ഇല്ല. അത് തന്നെയാണ് ഭഗവാന് ഒരു താല്പര്യമില്ല. ഏതിന്? സൃഷ്ടിവേലകൾ ചെയ്യുമ്പോൾ അത് ഈ സത്വാദി 3 ഗുണങ്ങളില്ലാതെ ഒരു ഗുണം മാത്രമായിട്ട് ഇവിടെ സൃഷ്ടിവേല പ്രകൃതിയെ കൊണ്ട് ചെയ്യിച്ചാൽ ഭഗവാന്റെ സൃഷ്ടിവേലകളിൽ വല്ല വിനോദവും ഉണ്ടോ? വിനോദത്തിന് വേണ്ടിയാണ് ഭഗവാൻ ഈ ലീലകളിൽ ഏർപ്പെടാൻ പ്രകൃതിയെ പ്രേരിപ്പിക്കുന്നത്. ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ് പ്രകൃതി ഭഗവാനിൽ നിന്നുണ്ടായത് തന്നെ. അപ്പോൾ വെറുതെ ഒരു വിരസമായ ഒരു കളി കാണാൻ ഭഗവാൻ ഇഷ്ടമുണ്ടോ? ഇല്ല.
നമുക്കിഷ്ടമില്ല, പിന്നാണോ ഭഗവാൻ ഇഷ്ടം? അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നേ, മറ്റു ഗുണങ്ങൾ. എല്ലാവരും ചോദിക്കുക, എന്തിനാണ് ഭഗവാനെ ഇവിടെ ദുഷ്ടന്മാരെ സൃഷ്ടിച്ചത്? എല്ലാവരും ഭഗവാൻ സൃഷ്ടിച്ചവരാണെങ്കിൽ ഭഗവാന്റെ ഗുണമായ സത്വഗുണത്തിലെങ്കിൽ ഇരുന്നാൽ പോരെ? ഈ പ്രകൃതി എത്ര, അല്ലെങ്കിൽ ഈ മനുഷ്യലോകം, അല്ലെങ്കിൽ ഈ ഭൂലോകം എത്ര നന്നായിരിക്കുന്നു. ജീവജാലങ്ങളിലുമില്ലേ, ഒരു മൃഗങ്ങളുടെ സഞ്ചയം എടുത്ത് നോക്കൂ, പക്ഷികളെ നോക്കൂ, സസ്യങ്ങൾ നോക്കൂ, മനുഷ്യര് പിന്നെ പറയാനില്ല. ഈ 3 ഗുണമുള്ളതല്ലേ എല്ലാ ജീവജാലങ്ങളും. സസ്യങ്ങളിലുമുണ്ട് ഈ 3 ഗുണം, സത്വരജസ്തമോ ഗുണമുണ്ട്. ഷഡ്പദങ്ങളിലുണ്ട്, മൃഗങ്ങളിലുണ്ട്, പക്ഷികളിലുണ്ട്, ഇല്ലേ? മനുഷ്യരിലുണ്ട്. ഇവിടെ കാണുന്ന വെറും ഉറുമ്പുകളിൽ വരെയുണ്ട്. സത്വഗുണമുള്ള ഉറുമ്പുണ്ട്, രജോ ഗുണമുള്ള ഉറുമ്പുണ്ട്, തമോ ഗുണമുള്ള ഉറുമ്പുണ്ട്. നമ്മൾ പരീക്ഷിച്ച് നോക്കിയാൽ മതി, എല്ലാ ജീവജാലങ്ങളിലും ഇതുണ്ട്. അപ്പോൾ അതാണ് ഭഗവാന്റെ ഒരു സന്തോഷമായി. പരസ്പരം കലഹിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം, അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളാണ്. ചിലർ അതിൽ നിന്ന് ഇതിനിടയിലാണ് സത്വഗുണമുള്ളവർ കിടന്ന് ബഹളം വയ്ക്കുന്നു, ഭഗവാനെ എനിക്ക് ഇതിൽ നിന്ന് രക്ഷ തരൂ, ഞാൻ എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത് കേൾക്കുന്നത്. അപ്പോൾ ഭഗവാൻ നമ്മൾ ഇതെങ്ങനെ കിടന്ന് വിലപിക്കുന്നു. ഭഗവാനെ അറിയാം, ഇതെല്ലാം ഞാനാണ് കൺട്രോൾ ചെയ്യുന്നത്, ഇത് നീ വിഷമിക്കണ്ട, ഇത്തിരി നേരം കഴിയുമ്പോൾ ഇതെല്ലാം വീണ്ടും ശരിയാവും. നിനക്ക് തോന്നുകയാണ് നീ ഇതിൽ കിടന്ന് പെട്ടുഴലുന്നു എന്ന്. നിത്യേന നമ്മൾ ഈ 3 ഗുണത്തിലൂടെയും നമ്മൾ കടന്നു പോകുന്നുണ്ട്. എത്ര സത്വഗുണം ഉണ്ടെന്ന് പറഞ്ഞാലും ഉറങ്ങുമ്പോൾ നമ്മൾ ഏത് ഗുണക്കാരാണ്? തമോ ഗുണക്കാരാണ്. അപ്പോൾ നമ്മൾ ദേഷിക്കുമ്പോഴോ അതും തമോ ഗുണമാണ്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, ഓരോ തരത്തിലുള്ള ജോലി ചെയ്യുമ്പോൾ രജോ ഗുണമാണ്. ജോലി ചെയ്യാതെ, കർമ്മങ്ങൾ ചെയ്യാതെ ആരെങ്കിലും ഒരു ദിവസം കടന്നു പോകുമോ? എല്ലായ്പ്പോഴും നമ്മൾ ഈശ്വര സേവ ചെയ്ത് ഈശ്വര സങ്കല്പത്തിൽ, സത്സംഗത്തിൽ തന്നെ ഇരിക്കുകയാണോ? അങ്ങനെയുള്ളവർ സർവസംഘ പരിത്യാഗികളായി മാറുകയാണ് ചെയ്യുന്നത്. അല്ലാതെ കുടുംബത്തിൽ, ഗൃഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഗൃഹസ്ഥാശ്രമികൾ ഈ 3 ഗുണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയറായി കാണുമെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ സത്വരജസ്തമോ ഗുണങ്ങളെ കൊണ്ട് അനേക വിധത്തിലുള്ള ജീവജാലങ്ങളെ ഭഗവാൻ സൃഷ്ടിക്കുന്നു. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഈ ശരീരങ്ങളെ കാണുമ്പോൾ ആത്മാവ് തന്റെ സാക്ഷിഭാവത്തെ മറന്ന്, അപ്പോൾ താൻ പല ഗുണങ്ങളുള്ള ജീവജാലങ്ങളെ സൃഷ്ടിക്കുവാൻ ആത്മാവ് പ്രകൃതിയോട് ആവശ്യപ്പെടുന്നു. അതായത് ഈശ്വരൻ പ്രകൃതിയോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ സൃഷ്ടിച്ചു കഴിയുമ്പോൾ അതിനെയൊക്കെ ജീവിപ്പിക്കണ്ടേ? ഇങ്ങനെ പല ഗുണങ്ങളുള്ള ജീവജാലങ്ങളെ പ്രകൃതി സൃഷ്ടിച്ചു. പക്ഷെ സൃഷ്ടിച്ചതിനെ കൊണ്ട് ചലിപ്പിച്ച് കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴല്ലേ ഒരു വിനോദം തോന്നേ. കുറച്ച് തോൽപ്പാവക്കൂത്തിൽ പാവകളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ആ പാവകളെ കളിപ്പിച്ചില്ല, ചലിപ്പിച്ചില്ലെങ്കിൽ പാവക്കാരന് വല്ല രസവും തോന്നുമോ? കാഴ്ചക്കാരായിട്ടിരിക്കുന്ന നമുക്ക് വല്ല രസവും തോന്നുമോ? ഇല്ല. അതുപോലെ ഭഗവാന് നമ്മളാകുന്ന പാവകളെ ചലിപ്പിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അതിലേക്ക് ഭഗവാൻ കയറണം. അല്ലാതെ പ്രകൃതിയുടെ 24 ഗുണങ്ങളും കൂടെ ഒന്നിച്ച് സവിശേഷിച്ച് ഒന്നിച്ച് വന്നു കഴിയുമ്പോൾ അതിൽ ചലിക്കില്ല, ചലനം വരുന്നില്ല. അത് നമുക്ക് തുടർന്ന് അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോൾ നമുക്കത് മനസ്സിലാകും. അതിനൊരു ചലനം വരണമെങ്കിൽ, അതൊന്ന് ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തിക്കണമെങ്കിൽ അതിലേക്ക് ആത്മസാന്നിധ്യം കടന്നു ചെല്ലണം. അതുകൊണ്ടാണ് ആത്മസാന്നിധ്യം, ആത്മാവില്ലാത്ത ഏതൊരു ജീവി ആയിക്കോട്ടെ, മനുഷ്യനുൾപ്പെടെ എല്ലാ ജീവജാലങ്ങളും ആയിക്കോട്ടെ, അവർ മരിച്ചിരിക്കും, ജഡമായിരിക്കും. ആത്മചൈതന്യം അതിൽ പ്രവർത്തിക്കുമ്പോഴാണ് ആ ജീവി ചലിക്കാൻ, പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. കുഞ്ഞ് കരയാതെയാണ് ജനിക്കുന്നത്. കുഞ്ഞ് ശ്വാസഗതിയൊന്നും ഇല്ല. ജനിക്കുമ്പോൾ ആ കുഞ്ഞ് ചാവിള്ളയായെന്നല്ലേ പറയുന്നത്. ആ കുഞ്ഞ് കരഞ്ഞുണർന്ന് കരയുക അതിന്റെ കർമ്മമാണ്. അത് ചെയ്ത് തുടങ്ങുമ്പോഴാണ്, ചലിക്കാൻ തുടങ്ങുമ്പോഴാണ് അതിന്റെ ജീവൻ ഉള്ള കുഞ്ഞാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഇപ്പൊ ഭഗവാൻ ഉണ്ട്. ആ ഉള്ള ഭഗവാൻ എപ്പോഴാണോ ഇവിടുന്ന് ഇറങ്ങി ഈ പ്രകൃതിയിൽ നിന്ന്, ശരീരമാകുന്ന പ്രകൃതിയിൽ നിന്ന് ഇറങ്ങുന്നത്, അപ്പോൾ നമുക്ക് പിന്നെ ചലിക്കാൻ കഴിയില്ല. നമ്മൾ വെറും ജഡം, പലര് ചുമന്നുകൊണ്ട് പോകുന്ന ജഡം. ഈ തത്വം തീർച്ചയായും എന്നെ കേൾക്കുന്ന, ശ്രവിക്കുന്ന പ്രിയമുള്ളവ എല്ലാവരും മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ഇത്രയും വിശദമായി, ലളിതമായി പറഞ്ഞു തരുന്നത്. കപിലോപദേശം, സാഖ്യതത്വം, ആ സാഖ്യശാസ്ത്രം വളരെ ഗഹനമാണ്. ഭാഗവതത്തിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റാണത്. അതും വളരെ പ്രയാസകരമാണ് മനസ്സിലാക്കാൻ. എങ്കിലും ഇത് ഞാൻ ലളിതമായി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പറയുകയാണ്. ശ്രദ്ധയോടിരിക്കുക, ഇത് കേൾക്കുക. അങ്ങനെ പ്രകൃതിയുടെ പ്രവർത്തനങ്ങൾ തന്റേതായിട്ട് ആര് വിചാരിക്കും? ഈ ബ്രഹ്മചൈതന്യമാകുന്ന ബോധം ആത്മാവ് ചിന്തിക്കും. കാരണം ഈ സത്വാദി ഗുണങ്ങളെ പ്രവർത്തിപ്പിക്കുവാൻ അതിൽ ആര് വേണം?
ഈ ചൈതന്യം വേണം. ഈ ചൈതന്യം ഉണ്ടെങ്കിലേ സത്വാദി ഗുണമുള്ള ജീവജാലങ്ങളെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതിന് ചലിച്ച് അതിനെ കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ കർമ്മം ചെയ്താലേ ഭഗവാൻ ആ ലീല കണ്ട് സന്തോഷിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിൽ ഭഗവാൻ സാക്ഷി രൂപത്തിൽ പ്രവേശിക്കുകയും ഇത് താനാണെന്നുള്ള ബോധത്തിൽ ഭഗവാൻ ആത്മചൈതന്യം മാറുകയും ചെയ്യുന്നു. എങ്കിലും ഈ ഗുണങ്ങളിൽ പ്രവേശിക്കുകയില്ല. ഗുണങ്ങളെ പ്രവർത്തിപ്പിക്കുവാനുള്ള ഊർജം കൊടുക്കുകയേ ഉള്ളൂ ഭഗവാൻ. അതോടെ ആനന്ദസ്വരൂപനും സർവസാക്ഷിയും അകർത്താവും, അകർത്താവെന്ന് വെച്ചാൽ കർമ്മമൊന്നും ഇല്ലാത്ത, കർത്താവല്ലാത്തവൻ, അകർത്താവുമായ ആത്മാവ് ജീവഭാവത്തെ പ്രാപിച്ച്, അതായത് ആ വ്യക്തിയിലുള്ള ജീവനിലേക്ക് പ്രവേശിച്ചിട്ട് അസ്വതന്ത്രനും ബദ്ധനും ബന്ധപ്പെടുന്നവനും സംസാരത്തിൽ അകപ്പെട്ടവനുമായി തീരുന്നു. അപ്പോൾ അസ്വതന്ത്രനാകുന്നു, ബന്ധപ്പെടുന്നവനാകുന്നു, സംസാര ജീവിതത്തിൽ അകപ്പെട്ടവനുമായി ആര് മാറുന്നു? ഈ സർവസാക്ഷിയായ ആനന്ദസ്വരൂപനായ ആത്മാവ് ഈ ശരീരത്തിലേക്ക് പ്രവേശിച്ച് ആ ശരീരത്തിലിരിക്കുന്ന പ്രാണനെ പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടി അതിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് വളരെ ബന്ധപ്പെടുന്നവനും അസ്വതന്ത്രനും സംസാരത്തിൽ അകപ്പെട്ടവനുമായി മാറും. അപ്പോൾ ഇതിലൊന്നും പെടാതെ നിന്ന ആത്മസ്വരൂപമാണ്, ഇതെല്ലാമാണ് ഞാനെന്നുള്ള തോന്നലിലേക്ക് മാറി ഒരു ചെറിയ ശരീരത്തിനുള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ കാര്യം, കാരണം, കർത്താവ്, ഇത് മൂന്ന് കാര്യം വേണം എപ്പോഴും ഒരു കർമ്മം നടക്കുവാൻ. ഒരു കാര്യം വേണം, ഒരു കാരണം വേണം, ഒരു കർമ്മം വേണം. കാര്യം, കാരണം, കർത്താവ്, ഇവ മൂന്നും കൂടെ വരുമ്പോഴാണ് കർമ്മം ഉണ്ടാകുന്നത്. അപ്പോൾ ആ കാര്യമെന്ന് പറയുന്നത് ഇവിടെ ശരീരമാണ്. ആ ശരീരം ഉണ്ടാകാനുള്ള കാരണമാണ് ഇന്ദ്രിയങ്ങൾ. അപ്പോൾ കാരണമായിട്ടുള്ളത് ഇന്ദ്രിയങ്ങൾ, കാര്യം എന്ന് പറയുന്നത് ശരീരം, പിന്നെയോ കർത്താവായിട്ട് അതിൽ പ്രവർത്തിക്കുന്ന, കർമ്മം ചെയ്യുന്ന ആളായിട്ട് പ്രവർത്തിക്കുന്നത് അതിലുള്ള അധിഷ്ഠാന ദേവതകളാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന അധിഷ്ഠാന ദേവതകളുണ്ട്. കർമ്മേന്ദ്രിയങ്ങൾക്കും ജ്ഞാനേന്ദ്രിയങ്ങൾക്കും ഉണ്ട്. കർമ്മേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണെന്നറിയാം, ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണെന്നറിയാം. ഇവ ഇത്രയും പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ നടക്കുകയും കർമ്മങ്ങൾ ചെയ്യുകയും ഇവിടെ ജീവിക്കുന്നു എന്ന അനുഭവം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ വെറും ജഡമായി തീരും. അപ്പോൾ ഇതിനെല്ലാം അധിഷ്ഠാന ദേവതകളുണ്ട്. ആ ദേവതകളാണ് നമ്മുടെ കാലിന്റെ നഖം മുതൽ ആ കാലിന്റെ പെരുവിരൽ മുതൽ തലമുടി നാര് വരെയും നമുക്ക് ഓരോ ദേവതകളാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. കാലിനൊരു ദേവൻ, കൈക്കൊരു ദേവൻ, കണ്ണിനൊരു ദേവൻ, മൂക്കിനൊരു ദേവൻ, ചെവിക്കൊരു ദേവൻ, നാവിനൊരു ദേവൻ, ശബ്ദത്തിനൊരു ദേവൻ, വയറിന് ദേവൻ, എല്ലാറ്റിനും ദേവന്മാരുണ്ട്. നമ്മൾ ഈ സാങ്കേശാസ്ത്രത്തിൽ അതിനെ വിശദമായി പഠിക്കും. അപ്പോൾ ആ ഇന്ദ്രിയത്തിന്റെ അധിഷ്ഠാന ദേവതകൾ ആണ് ഏത് കർമ്മം ചെയ്യാൻ നമ്മെ സഹായിക്കുന്നത്. ശരീരം ഒരു കാര്യം മാത്രം, കാരണമാകുന്നത് ഇന്ദ്രിയങ്ങൾ, അതിൽ കർത്താവാകുന്നത് ഇന്ദ്രിയ അധിഷ്ഠാന ദേവതകൾ. ആ ദേവതകൾ പ്രവർത്തിക്കുമ്പോഴാണ് ശരീരമാകുന്ന ഉപകരണം പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ 3 വിധത്തിലുള്ള ഭേദങ്ങൾ ഉണ്ടാവാൻ കാരണം പ്രകൃതിയാണ്. പ്രകൃതിയിൽ നിന്നാണ് ഈ 3 വിധ കാര്യമാകുന്ന ശരീരവും കാരണമാകുന്ന ഇന്ദ്രിയങ്ങളും കർത്താവായ അധിഷ്ഠാന ദേവതകളും ഉണ്ടായത് പ്രകൃതിയിൽ നിന്നാണ്. സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത് പുരുഷനായ ജീവനുമാണ്. അപ്പോൾ ജീവൻ ഇതിൽ ഈ 3 ഘടകങ്ങളിലും ജീവൻ ഉണ്ടെങ്കിലേ ഇന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ശരീരവും പ്രവർത്തിക്കുകയുള്ളൂ. അതിൽ ജീവനെ നിലനിർത്തുന്ന ആരാണ്? പരമ്പൊരുളായ ആത്മചൈതന്യമായ ഭഗവാനാകുന്ന പുരുഷനാണ്. അതുകൊണ്ടാണ് പുരികളിൽ അല്ലെങ്കിൽ ശരീരങ്ങളിൽ ശയിക്കുന്നത് കൊണ്ടാണ് ജീവന് പുരുഷൻ എന്ന പേര് വന്നത് തന്നെ. പുരുഷനും പ്രകൃതിയും എന്ന് പറയുമ്പോൾ പുരികളിൽ ശയിക്കുന്നവനാണ് പുരുഷൻ. പുരി എന്ന് വെച്ചാൽ ശരീരം. അപ്പോൾ സൂക്ഷ്മ സ്ഥൂല സ്വരൂപേണ പ്രപഞ്ചത്തിന് കാരണമായ പ്രകൃതിയുടെയും അസംഖ്യനായ പുരുഷന്റെയും, ഒന്നിലും സംഘമില്ലാത്തവനായ പുരുഷന്റെയും ലക്ഷണങ്ങൾ കേട്ടാൽ കൊള്ളാമെന്ന് ദേവഹൂതി അപേക്ഷിക്കുകയാണ്. അപ്പോൾ സൂക്ഷ്മ സ്ഥൂല സ്വരൂപേണ, അതായത് സൂക്ഷ്മരൂപത്തിലും സ്ഥൂലം വലിപ്പം ഉള്ള രൂപത്തിലും പ്രപഞ്ചത്തിന് കാരണമായ പ്രകൃതിയുടെയും
അസംഗനായ, ഒന്നിലും സംഘമില്ലാത്ത പുരുഷന്റെ ഈ ലക്ഷണങ്ങൾ കേട്ടാൽ കൊള്ളാമെന്ന് മകനായ കപില വാസുദേവനോട് ദേവഹൂതി അപേക്ഷിക്കുന്നു. കപില ഭഗവാൻ അതിനെ വിശദീകരിക്കുകയാണ്. പിന്നീട് വരുന്ന ബാക്കിയുള്ള ഭാഗം കേൾക്കുക. സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളോട് കൂടിയതും ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്തതും ഉൽപ്പത്തിയും നാശമില്ലാത്തതും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന സകല വ്യക്തികൾക്കും ആശ്രയവും എല്ലാറ്റിനും മൂല കാരണവുമായിരിക്കുന്ന ശക്തി വിശേഷത്തെയാണ് പ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതിയുടെ ലക്ഷണം എന്താണ്, പുരുഷന്റെ ലക്ഷണം എന്താണെന്നാണ് ദേവഹൂതി ചോദിക്കുന്നത്. അപ്പോൾ സത്വരജസ് തമോ ഗുണങ്ങളോട് കൂടിയതും ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്തതും ഉൽപ്പത്തിയും നാശവുമില്ലാത്തതും ഇതെല്ലാം ഭഗവാന്റെ ഗുണമാണ്. ആ ഭഗവാനിൽ നിന്നല്ലേ പ്രകൃതിയായ ദേവി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഗുണം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഉൽപ്പത്തിയും നാശവുമില്ല പ്രകൃതിക്ക്. അത് എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഉൽപ്പത്തിയും നാശവും ഇല്ലാത്ത ബ്രഹ്മത്തിൽ നിന്നാണ് പ്രകൃതി ഉണ്ടായിരിക്കുന്നത്. ബ്രഹ്മത്തിന്റെ ഇച്ഛ കൊണ്ടാണ്. അപ്പോൾ പ്രകൃതിക്കും ഉൽപ്പത്തിയും നാശവുമില്ല. ഇനിയും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന എല്ലാ വ്യക്തികൾക്കും ആശ്രയവും പ്രകൃതിയാണ്. എല്ലാറ്റിന്റെയും മൂല കാരണവുമായിരിക്കുന്ന ശക്തി വിശേഷവുമാണ് പ്രകൃതി. പ്രകൃതിക്ക് 24 ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളെക്കുറിച്ച് ഈ ഭാഗവതത്തിന്റെ ആദ്യ ഭാഗത്ത് 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലൊക്കെ ഞാൻ 2ാമത്തെ അധ്യായമല്ല സ്കന്ധങ്ങളിൽ വിശദമായി പറഞ്ഞു തന്നിരുന്നു. അന്നത് കേട്ട് മനസ്സിലാക്കിയവർക്ക് വീണ്ടും ഇത് വളരെ ലളിതമായി മനസ്സിലാകും. അപ്പോൾ പ്രകൃതിക്ക് 24 ഘടകങ്ങളുണ്ട്. വായു, ആകാശം, അഗ്നി, ജലം, ഭൂമി എന്നിവയാണല്ലോ പഞ്ചഭൂതങ്ങൾ. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഈ പഞ്ചഭൂതങ്ങളുണ്ട്. പിന്നെ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നീ പഞ്ചഭൂതങ്ങളുടെ പഞ്ചതന്മാത്രകളുണ്ട്. ശബ്ദ, സ്പർശ, രൂപരസ, ഗന്ധങ്ങൾ. പിന്നെ അപ്പോൾ തന്നെ 10ആയി. കാത്, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക് എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്. അപ്പോൾ 15ആയി. വാക്ക്, കയ്യ്, കാല്, പായു, ഉപസ്ഥം എന്നീ കർമ്മേന്ദ്രിയങ്ങളുണ്ട്. അപ്പോൾ 20ആയി. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. അപ്പോൾ 4ആയി. 24ആയി ഘടകങ്ങൾ. ഈ 24 ഘടകങ്ങളും വിശദമായി ഞാൻ മുൻപും പറഞ്ഞിരുന്നു. ഇപ്പോൾ വീണ്ടും മനസ്സിലാക്കുക. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നീ 4 ഘടകങ്ങളും അങ്ങനെ കൂടി വന്നപ്പോൾ 24 ഘടകങ്ങളായി. അങ്ങനെ ഉള്ള ആ അന്ധക്കരണമാണ്. ഇതിനെ 24 തത്വങ്ങളായിട്ടാണ് പ്രകൃതി വികസിപ്പിച്ച് ഇരിക്കുന്നത്. ഈ പ്രകൃതിയാണ് ഈ 24 ഘടകങ്ങൾ ചേരുന്നത്. 24 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. ഏതൊക്കെയായിരുന്നു? പഞ്ചഭൂതങ്ങള്, പിന്നെയോ പഞ്ചതന്മാത്രകള്, കർമ്മേന്ദ്രിയങ്ങൾ 5, ജ്ഞാനേന്ദ്രിയങ്ങൾ 5. അപ്പോൾ തന്നെ 20ആയി. പിന്നെ വന്നത് എന്തൊക്കെയായിരുന്നു? വാക്ക്, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം ഇവയും കൂടി ചേർന്നപ്പോൾ 24 തത്വങ്ങളായി. ഇങ്ങനെ 24 തത്വങ്ങളായിട്ടാണ് പ്രകൃതി വികസിച്ചിരിക്കുന്നത്. ഈ 24 തത്വങ്ങൾക്കും പ്രവർത്തനശക്തി നൽകുന്ന കാലത്തെ 25ാമത്തെ തത്വമായും പറയുന്നു. ഈ 24 തത്വങ്ങൾക്കും പ്രവർത്തനശേഷി കൊടുക്കുന്ന കാലം എന്ന് പറയുന്നത് ഭഗവാനാണ്. ആ ഭഗവാനാണ് 25ാമത്തെ തത്വം. 24 തത്വങ്ങളും ചേർന്നിട്ട് ചലനമില്ലാത്ത ജഡമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനെ ചലനാത്മകമാക്കി പ്രകാശമാനമാക്കി മാറ്റണമെങ്കിൽ അതിൽ തേജസ്സായ ബോധ ചൈതന്യം, ആ സത്ത്, അതിനെയാണ് നമ്മൾ സത്ത് എന്ന് പറയുന്നത്. ആ സത്ത് അതിൽ ഉണ്ടായിരിക്കണം. ബോധം ആകുന്ന ആത്മസത്ത. അപ്പോൾ കാലത്തിന് നമ്മുടെ ശരീരത്തിന് പുറത്താവുമ്പോൾ കാലമെന്ന് പറയുകയും ശരീരത്തിനകത്താകുമ്പോൾ അത് പുരുഷൻ അല്ല ജീവൻ എന്നുമാണ് നമ്മൾ ഈ ഒരേ തത്വത്തെ തന്നെയാണ്, ആത്മതത്വത്തെ തന്നെയാണ് ഈ പറയുന്നത്. അത് നമ്മൾ ശരീരം സ്വീകരിച്ചു കഴിഞ്ഞ് ആത്മാവ് നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോഴാണല്ലോ ശരീരം പ്രവർത്തിക്കുന്ന, ഞാനിവിടെ ജീവിക്കുന്നു എന്ന ബോധം വരുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലായി ആത്മാവ്. അപ്പോൾ നാം പുറത്തേക്ക് നോക്കുമ്പോൾ കാലമെന്നാണ് ആ ആത്മാ ചൈതന്യത്തെ പുറമേ അറിയപ്പെടുന്നത്. കാലം. നമ്മൾ കാലത്തിലൂടെ ഒഴുകുന്നു. ഓരോ ദിവസവും കാലത്തിലൂടെ സഞ്ചരിച്ച് നമ്മൾ മുന്നേറി നമ്മുടെ ശരീരത്തിന്റെ അവസാനത്തെ ആ ദിവസത്തിന് വേണ്ടി
കാലത്തിലൂടെ പ്രയാണം നടത്തുകയാണ്. അതാണ് കാലപുരുഷൻ എന്ന് ഭഗവാനെ പറയുന്നത്. അത് നമ്മുടെ ഉള്ളിൽ ഭഗവാൻ പ്രവേശിച്ചു കഴിയുമ്പോൾ പുറമേ നമ്മൾ കാലത്തിലാണ് ജീവിക്കുന്നതെന്ന് പറയും. പക്ഷെ നമ്മുടെ ഉള്ളിലും കാലമാണ്, പുറത്തും കാലമാണ്. പുറമേയാണ് ഭഗവാന് കാലമെന്നും ഉള്ളിൽ നമ്മൾ ആത്മാവെന്നും പറയുന്നു. പക്ഷെ ഈ ആത്മാവും കാലവും ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവാനെ പറ്റി ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്, അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം. അങ്ങയുടെ ആ മഹിമയാർന്ന ആ പദമാണ്, അങ്ങയുടെ വാക്കാണ്. പുറത്തു വരുമ്പോൾ അതിനെ കാലമെന്നും അത് നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ ആത്മാവെന്നുമാണ് കാലസ്വരൂപനായ ഭഗവാന്റെ നാമം. നമ്മൾ കാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിനെ, അതായത് നമുക്ക് ഭഗവാൻ ജീവൻ തന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പുറത്ത് അറിയപ്പെടുന്നത് കാലം. പക്ഷേ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ, ഈ കാലമാകുന്ന ഭഗവാൻ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ അത് ആത്മാവ്. അപ്പോൾ ഈ സാഖ്യ ശാസ്ത്രത്തെ പൂർണ്ണമായിട്ട് ഒരൊറ്റ വീഡിയോയായിട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിടുകയാണ്, സമയദൈർഘ്യം കാരണം. ഇതിൻ്റെ തൊട്ടടുത്ത പാർട്ട് 2 ആയിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കി ഭാഗം ഇടും. അത് ഇതുപോലെ തന്നെ ശ്രദ്ധയോടെ തുടർഭാഗം കേൾക്കുക. ഈ സാഖ്യശാസ്ത്രം, നമ്മുടെ പ്രപഞ്ചഘടനയുടെ ഈ ഭാഗം എല്ലാവരും പഠിച്ചിരിക്കേണ്ടതാണ്. ഭാഗവതത്തിൻ്റെ ധർമ്മമാണ്, മർമ്മമാണ്. ഇത് കപില വാസുദേവനായ ഭഗവാൻ തൻ്റെ അമ്മയായ ദേവഹൂതിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന ആ കപില ഭഗവാന്റെ തത്വോപദേശമാണ്. ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. അപ്പോൾ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർക്കുന്നു. പ്രകൃതീശ്വരിയായ ദേവിയുടെ പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.